ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എക്സാമിന് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എക്സാമിൽ 8 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതും ഒരേ ഒരു ചോദ്യത്തിൽ കേട്ടോ. നമുക്ക് ഇതുപോലെ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം വേറെ ഇല്ല ഹിന്ദി എക്സാമിന്. 8 മാർക്കാണ്. ഇങ്ങനെ മാച്ച് ദ ഇത് സഹി മിലാൻ കരെ എന്ന് വെച്ചാൽ ശരിയായതിനെ യോജിപ്പിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മിക്കവാറും കവിതയിൽ നിന്നുള്ള വേർഡ് മീനിങ്, അതല്ലെങ്കിൽ ഓരോ വാക്കുകളും എന്തിനെയാണ് അവിടെ ഉപമിച്ചിട്ടുള്ളത്. ഇപ്പോൾ കവിതയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീലാകാശം വസ്ത്രത്തിന് സമാനമാണ് അല്ലെ, മാതൃഭൂമി എന്ന കവിതയിൽ പറഞ്ഞു. ഇനി സമുദ്രമാണെങ്കിലോ അതൊരു അരഞ്ഞാണം പോലെ അരപ്പട്ടയായിട്ട് മാതൃഭൂമിക്ക് ഭംഗിയാർന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവിതയിൽ കാണാൻ പറ്റും. അതിനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ എന്തൊക്കെയാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നീലാംബർ എന്ന് പറയുന്നത് എന്താണ്? നീലാകാശം. അപ്പോൾ ഇവിടെ വസ്ത്രത്തിന് നീലാകാശം വസ്ത്രമാകുന്നു എന്നാണ് കവിതയിൽ പറയുന്നത്, നമുക്കറിയാം. പക്ഷെ ഇവിടെ നീലാകാശം എന്നുള്ളതിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് നമുക്കറിയണം. വസ്ത്ര എന്ന അർത്ഥം വരുന്ന വാക്ക് പരിധാൻ. അപ്പൊ എന്താണ്? പരിധാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. നീലാംബർ എന്ന് പറഞ്ഞാൽ നീലാകാശമാണ്. നീലാകാശം എന്താണെന്നാണ് കവി പറയുന്നത്? മാതൃഭൂമിക്ക് പരിധാനാണ് അല്ലെ, വസ്ത്രമാണ്. അപ്പൊ ഈ കവിതയിലെ വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ കവിതയിലെ വാക്കുകൾ അർത്ഥസഹിതം കവിത നന്നായി വായിച്ച് മനസ്സിലാക്കാൻ, അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ആശയം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ 1 മാർക്കിന് ഇങ്ങനെ ചോദിക്കും, ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട്. ഇനി അത് കൂടാതെ ഇതുപോലെ സഹി മിലാൻ കരെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 8 വാക്കുകളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് അവിടെ തെറ്റിക്കാതെ ചെയ്താൽ ഒരുപാട് സമയം വേണ്ട, പക്ഷെ നമുക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കൈദി ബാപ്പിൽ നിന്ന് ചോദിക്കാം അല്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കൈദി ബാപ്പ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. മേരെ ലാൽ എന്ന പദിൽ നിന്ന് ചോദിക്കാം. പക്ഷെ മാതൃഭൂമിയിലെ വാക്കുകൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ അതിലുള്ള വരികൾ, ഒരുപാട് പുതിയ വാക്കുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനി സൂര്യനും ചന്ദ്രനും എന്താണെന്നാ പറയുന്നത്? മുകുടമാണ്, കിരീടമാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ രത്നാകർ മേഖല. അപ്പൊ അടുത്തത് ഫൂല് താരെ, പൂക്കളും നക്ഷത്രങ്ങളും എന്താണെന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ആഭരണമാണ്. അപ്പൊ ആഭൂഷൺ എന്ന വാക്കിന് പകരമായിട്ട് മണ്ഡൻ അല്ലെ, അങ്ങനെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇനി നദികൾ പ്രേമ പ്രവാഹ്. അപ്പോൾ പ്രവാഹകരാണ് ആര്? നമ്മുടെ നദികൾ എന്ന് പറയുന്നു. ഗഗവൃന്ത് ബന്ദീജൻ. ഗഗവൃന്ത് എന്ന് പറയുന്നത് പക്ഷിക്കൂട്ടമാണ്. പയോദ് എന്ന് പറഞ്ഞാൽ ബാദൽ എന്ന് വെച്ചാൽ നമ്മുടെ മേഘം. അപ്പം മേഘം അഭിഷേകം ചെയ്യുന്നു എന്നാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ പയോദ് എന്നതിന് നമുക്കിവിടെ അഭിഷേക്. ഇനി ശേഷുപ്പാണ് മാതൃഭൂമിയുടെ സിംഹാസനം എന്നാണ് അല്ലേ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഏതാണ്? സിംഹാസൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മക്കളെ 8 മാർക്ക്. ഇനി ഇതിലും ഈസി ആയിട്ടല്ലേ നമുക്ക് +2 ഹിന്ദി എക്സാമിന് മാർക്ക് വേറെ ഇല്ല. ഇനി അത് കൂടാതെ നമുക്ക് സഹി മിലാനായിട്ട് ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തിനൊക്കെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇപ്പം ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഈ സഹി മിലാനിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിയായ മീനിങ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഗഗവൃന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പക്ഷിഗണ്. നേരത്തെ നമ്മൾ പറഞ്ഞു. രജ് എന്ന് പറഞ്ഞാൽ ധൂലി, പൊടിയാണ്. പരിധാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വസ്ത്ര. മേഖല കർദനി. അടുത്തത് രത്നാകർ എന്ന് പറഞ്ഞാൽ സമുദ്രം.
പയോദ് 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 എന്ന വാക്കിന് നമ്മൾ ബാദൽ, ബാദലാണ്. മോദ്, മോദ് എന്നതിൻ്റെ അർത്ഥം ഹർഷ്. ഹർഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി മണ്ടൻ, മണ്ടൻ എന്ന് പറഞ്ഞാൽ ആഭൂഷൺ. ആഭൂഷൺ, ആഭൂഷൺ എന്താണെന്നറിയില്ലേ? ആഭരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവിത നന്നായിട്ട് വായിച്ചു നോക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ നോക്കുക. ഓരോ വാക്കുകൾ കാണുമ്പോൾ അത് മനസ്സിലാകുന്നില്ലേ, ആ വാക്കിൻ്റെ അർത്ഥം അറിയാത്ത വാക്കുകൾ നോട്ട് ചെയ്തിട്ട് അതൊന്ന് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശയം എഴുതാം, അത് കൂടാതെ ഇത്തരം ആൻസറുകൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുമായി ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.